പല ടൈപ്പ് ചട്നി കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ് ചട്നി ഉണ്ടല്ലോ ഇതൊരു വേറെ ലെവൽ ടേസ്റ്റാണ് കേട്ടോ. ഇതിന് നാളികേരം ഒന്നും വേണ്ട. ഇതിൻ്റെ പേരാണ് മധുരൈ തണ്ണി ചട്നി. അപ്പോൾ നമുക്കിതിങ്ങനെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. സംഭവം ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. പക്ഷേ നമ്മളെ മറ്റേ നാളികേര ചട്നീൻ്റെ ടേസ്റ്റ് അല്ല, ഇത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് വലിയ ഉള്ളി, അതായത് സവാള ഇതേപോലെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 സവാള എടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക്, അത് നടു പിളർന്നത്, അത് പിന്നെ നല്ലോട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയുടെ കളറെല്ലാം മാറി ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. അടുത്തൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മാത്രം ഇട്ടാൽ പോരാ, അതിനുശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊട്ടുകടല ഇട്ട് കൊടുക്കണം. നമ്മളിതിൽ നാളികേരം ചേർക്കുന്നില്ല, പൊട്ടുകടല വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ചധികം പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് ഒരിക്കലും കൂടുതൽ ഇടണം പറയുന്നില്ല, കാരണം ഇതിന് പുളി കമ്മി മതി. നമ്മൾ ഇഡ്ഡലിയുടെ ഒപ്പമാണ് കഴിക്കുന്നത്. ഇത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് അടിച്ചെടുക്കാം കേട്ടോ. ഇത് ഏകദേശം ഇതേപോലെ അടിച്ചെടുക്കണം. നമ്മളെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ സംഭവം. അടുത്ത് ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടി അതിലോട്ട് തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ ജാറിലുണ്ടായിരുന്നതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താണ്. ഇനി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അടുത്ത് നമ്മൾ ചട്നി ഒന്ന് വറുത്തിടണം കേട്ടോ. അതിനായിട്ട് നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ വളരെ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അടുത്ത അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് ഉഴുന്ന് കേട്ടോ, ഉഴുന്നിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉഴുന്നും നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അടുത്തേ ഒരു അരമുറി സവാള കേട്ടോ, അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പിന്നെ ഉണക്കമുളക് ഒരു 3 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലി, അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മളെ ചട്നി നേരത്തെ അടിച്ച് വെച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മളെ അടിപൊളി മധുരൈ തണ്ണി ചട്നി റെഡി ആയിട്ടുണ്ട്. സംഭവം പറഞ്ഞാൽ ഉഷാറ് സംഭവമാണ് കേട്ടോ. ഇത് നിങ്ങൾ നാളികേര ചട്നീൻ്റെ ഒരു ടേസ്റ്റ് ഒന്നുമല്ല, ഇത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ ചട്നിയൊക്കെ കഴിച്ച് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചട്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു വേറെ ലെവൽ ടേസ്റ്റാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം, നല്ലപോലെ മിക്സ് ചെയ്യുക. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ, കാരണം ഇത് കുറച്ചധികം ടൈറ്റ് ഉണ്ട്. നമുക്കിത് വെള്ളം നിങ്ങൾക്ക് ആവശ്യം പോലെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒന്ന് ലൂസാക്കി എടുത്താണ്. അങ്ങനെ നമ്മളെ അടിപൊളി മധുരൈ ചട്നി റെഡിയായി. അടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. അതിനൊരു നമ്മൾ കുറച്ച് ഇഡ്ഡലി എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിലോട്ട് ഇതെങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ആ തിക്നെസ്സൊക്കെ നോക്കിയാൽ വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെ ഒരു ഇഡ്ഡലി കൊണ്ട് എടുത്തിട്ട് അതിങ്ങനെ പൊട്ടിച്ചിട്ട് ആ ചട്നിയിൽ അങ്ങനെ മുക്കിയിട്ടുണ്ട് കഴിക്കണം കേട്ടോ. ഇത് കഴിക്കാൻ വേറെ ലെവലാണ് കേട്ടോ. അതിൻ്റെ തിക്നെസ്സൊക്കെ കണ്ട സംഭവം ഒന്നും പറയാനില്ല, അന്യായ ടേസ്റ്റാണ് കേട്ടോ. വേറെ ലെവലൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് നമ്മളെ ഫോളോ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക.